ഈവനിങ് ആയപ്പോ ചായ കുടിക്കാന്ന് പറഞ്ഞ് ഒന്ന് പുറത്തിറങ്ങിയതാ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞു, "വാ നമുക്ക് എവിടെയെങ്കിലും പോവാന്ന്." ഇപ്പൊ മോൾക്ക് വെക്കേഷനാണ്. ജാനുവരി 6 വരെ ഇവിടെ അവധിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കാറില്ല. അതെന്റെ ഒരു അനുഭവം വെച്ച് പറയുന്നതാ കേട്ടോ. അപ്പൊ പെട്ടെന്ന് തോന്നുന്നു അത് അപ്പം അങ്ങോട്ട് ചെയ്തോണം. പിന്നെ ഞാൻ എന്റെ ഓൺ വോയിസിൽ ഒന്ന് വീഡിയോ ചെയ്യാൻ നോക്കിയതാ. പക്ഷെ നടക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ആ പ്ലാൻ അവിടെ അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ഞങ്ങളിത് ഇപ്പൊ തീരുമാനിച്ച അങ്ങനെ അൽ ജർഫിലേക്കാണ് പോകുന്നത്. അവിടെയാകുമ്പോൾ മാനും അറേബ്യൻ ഓറിക്സ് ഒക്കെ ഉണ്ട്. പിന്നെ മോക്കാണ് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുള്ളതാണ്. അത് മാത്രമല്ല ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എങ്ങോട്ട് പോകുന്നതിനോട് ഒരു താല്പര്യവുമില്ല. ഞങ്ങൾ ഷോപ്പിങ്ങിന് വിളിച്ചാൽ പോലും അവള് പറയും, "ഞാൻ റൂമിൽ ഇരുന്നോളാം അമ്മേ, അമ്മ പോയിട്ട് വന്നോളാൻ" പറയും. പിന്നെ ഇവിടെ പിള്ളേര് കളിക്കാനായിട്ടുള്ളത് കൊണ്ടും പിന്നെ ടി വി ഒക്കെ കണ്ടുകൊണ്ട് അവൾ അവിടെ ഇരിക്കും. അവൾക്ക് വണ്ടി ഇരുന്നാൽ ബോറടിക്കുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കാലത്ത് എങ്ങോട്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ എന്തൊരു താല്പര്യമല്ലേ. പക്ഷെ എന്താണോ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയായി പോയത്. പിന്നെ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ പോകുന്നുണ്ടായിരിക്കും. പിന്നെ ദുബായിലൊക്കെ പോവാണെങ്കിൽ അവള് പറയും, "ഞാൻ ടാബ് എടുക്കും." പിന്നെ അവള് ടാബ് നോക്കിക്കൊണ്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഇരുന്നാൽ ബോറടിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് കാഴ്ച കാണാൻ എന്ത് ഇഷ്ടമല്ലേ. ദേ ഇപ്പൊ കാണുന്നില്ലേ, ഈ ബിൽഡിങ്ങിന്റെ പേരാണ് പൈനാപ്പിൾ ബിൽഡിംഗ്. ഇതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു പൈനാപ്പിളിന്റെ ഒക്കെ ഷേപ്പ് ഇല്ലേ. ഇതിന്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ അൽബഹാർ ടവർ എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ മേളിൽ കാണുന്ന ആ സ്പൈക്സ് ഇല്ലേ, അത് വെയിലിനനുസരിച്ച് അതിന് ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ഏട്ടൻ പറഞ്ഞു തന്നാണ്. ഇപ്പൊ ഏകദേശം ഒരു 1 ഇയറേ ആയിട്ടുള്ളൂ നമ്മൾ ഈ പ്ലേസ് കണ്ടുപിടിച്ചിട്ട്. നമ്മളല്ല കേട്ടോ. ദേ ഇതിന്റെ വീഡിയോ കണ്ട് ഞങ്ങളിവിടെ പോയിട്ട്. കാരണം ഇത് ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ പ്ലേസ് ഉണ്ടെങ്കിൽ അത് അവര് ബിൽഡിംഗ് ഒക്കെ വെക്കാനായിട്ടേ നോക്കത്തുള്ളൂ. ദാ ഇപ്പൊ ഞങ്ങൾ ഇവിടെ പോയേക്കുന്നത്. ഇതാണ് അൽജർഫിന്റെ എൻട്രൻസ്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ പോയിട്ട് തിരിച്ചു പോരേണ്ടി വരുന്നു. അവിടെ എന്തോ കൺസ്ട്രക്ഷൻ ആന്ന് പറഞ്ഞ് അവർ നമ്മളെ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു ചെറിയ കാട് പോലെയൊക്കെയാണ്. അപ്പൊ അവിടേക്ക് കേറുന്ന സമയത്ത് നമ്മുടെ 2 സൈഡിലായിട്ടും നമുക്കിങ്ങനെ മാനെയും അതുപോലെ തന്നെ അവിടെ അറേബ്യൻ ഓറിക്സിനെയൊക്കെ കാണാൻ പറ്റും. നമ്മളിന്ന് കേറുന്ന സമയത്ത് ഒരൊറ്റ ഒരെണ്ണത്തിനെ പോലും കണ്ടില്ല. ഇന്ന് എന്താന്ന് അറിഞ്ഞൂടാ. സാധാരണ ഈ സമയത്തൊക്കെ നമ്മൾ ഈ നോക്കുന്ന സമയത്ത് ഈ പുറത്തേക്ക് ഇങ്ങനെ വരുന്ന കാണാം. ചിലപ്പോൾ തണുപ്പുള്ളത് കൊണ്ടായിരിക്കാം. പൊതുവെ ഇപ്പഴും നല്ലൊരു ക്ലൈമറ്റാണ് യുഎഇല്. വിന്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തണുപ്പായതുകൊണ്ടാണോ ഇതുങ്ങളെ കാണാത്തതെന്ന് അറിയത്തില്ല. സാധാരണ ഇവിടെയൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഇന്നെന്തോ നമ്മുടെ ഭാഗ്യദോഷം കൊണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഒറ്റ ഒരെണ്ണത്തിനെ പോലും കണ്ടിട്ടില്ല. ഇനിയിപ്പം ഈ സമയത്ത് നമ്മൾ ചെന്ന സമയത്തിന്റെ പക്ഷെ നമ്മൾ ഇതിലും ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. പക്ഷെ അന്നേരമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പം വിന്റർ ആയിട്ടായിരിക്കാം. അങ്ങനെ ഒറ്റ ഒരെണ്ണത്തിനെ പോലും കണ്ടില്ല. അപ്പൊ മോള് പറയുന്നുണ്ട്, "വെറുതെ വന്നാണ്. വെറുതെ ഞാൻ റൂമിലിരുന്ന് പ്ലേ ചെയ്തേനെ. എന്തിനാണോ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്" പറഞ്ഞു. അപ്പോഴാണ് നോക്കുമ്പോൾ ഞങ്ങൾ ഇതുവരെ പോവാത്ത ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ അവര് കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. കുറേ ബിൽഡിങ്സ് ഒക്കെ അപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു. അതിന്റെ കുറേ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് അവസാനം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനിടത്ത് എത്തി. കാരണം ഒരെണ്ണത്തിനെ പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു മാനെ പോലും കണ്ടില്ല. ഈ സ്ഥലത്തൊക്കെ എത്തുന്ന സമയത്ത് ആ ഒരു കാട് പോലത്തുള്ള പ്ലേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കാണാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി വണ്ടിയൊക്കെ അവിടെ പാർക്കിങ്ങിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നമ്മൾ ഇതുവരെ പോവാത്തൊരു പ്ലേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവിടെയായിരുന്നു. ഇതുവരെ പോയില്ല. അപ്പൊ ജസ്റ്റ് എന്താന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് പോവാം. അവിടെ കഫേ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് പോവാന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കുമായിട്ടും ഞങ്ങൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. നമ്മളവിടെ ഞാൻ പറഞ്ഞില്ലേ കഫേ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ പോവാതിരുന്നത്. ജസ്റ്റ് അങ്ങ് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു ബീച്ച് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. നോർമലി നമ്മൾ കാണുന്ന ബീച്ചിനെയൊക്കെ അപേക്ഷിച്ച് ഇതിനൊരു എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു വട്ടമെങ്കിലും അവിടെ വന്നവർക്ക് മാത്രമേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതും ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു കാണാനായിട്ട്. എന്ന് പറഞ്ഞു ഓവർ ക്രൗഡഡ് അല്ല. പക്ഷെ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ വെള്ളത്തിന്റെ കളറും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലേ, അതൊരു പ്രത്യേകത തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. കാരണം അതൊരു എന്താ നമ്മൾ ഇതുവരെ അത് മിസ് ചെയ്തല്ലോ എന്നോർത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം അവിടെ നിന്നു. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ബീച്ചിലേക്കൊന്നും ആണെന്ന് വിചാരിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ജാക്കറ്റും ഒന്നും എടുത്തില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കാറ്റും ഉള്ളതുകൊണ്ട് ഒത്തിരി നേരമൊന്നും നമ്മൾ അവിടെ നിന്നിരുന്നില്ല. കുറച്ചു നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു യാത്രയായി. അപ്പൊ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.